السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം ബാബുമായക്കും മഖാമ ഷർത്തി എന്നുള്ള പുതിയൊരു പാഠമാണ്. അപ്പോൾ നമ്മൾ 2 ക്ലാസ് മുമ്പ് ബാബുൽ ഹുറൂഫുല്ലത്തി തൻസിബുൽ അഫാൽ മുസ്തഖ്ബില എന്നുള്ള പാഠത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ജവാബാത്തു സബ വരാനുണ്ട് എന്ന്. ആ ജവാബാത്തു സബ ആണ് ഈ പാഠത്തിൽ വിശദീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ പറഞ്ഞത് ആ ജവാബാത്തു സബിൻ്റെ ജവാബിൽ ഫ വന്നാൽ മൻസൂബാകും, ഫ വന്നില്ല എങ്കിൽ മജ്സൂമാകും എന്നാണ്. അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതിനെ പറ്റി വിശദീകരിച്ചൊരു ബാബു വരാനുണ്ട്. ആ ബാബാണിട്ടത്. ഓക്കെ, ജവാബത്തുമായൊക്കും മഖാമ ഷർത്തി എന്നുള്ള ഭാഗത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു. ആ ഭാഗമാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ബാബുമായൊക്കും മഖാമ ഷർത്തി, ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച് പറയുന്ന ബാബ്. ഷർത്തിനെ പോലെ എന്ത് ചെയ്യും? ഫിഅ്ൽ മുളാരി മജ്സൂം ചെയ്യും എന്നുള്ളത് പറയാൻ വേണ്ടിയുള്ള ഭാഗമാണ്. അതിലൊന്നാമത്തത് അൽ അംറു വഹിയ, അത് എന്ന് പറഞ്ഞാൽ ഷർത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. വഹിയ, അത്. അൽ അംറു ഒന്നാമത്തത് അംറാണ്. വന്നഹിയോ രണ്ടാമത്തെ നെഹിയ്. മൂന്നാമത്തെ അൽ ഇസ്തിഫാം. അതുപോലെ തന്നെ നാലാമത്തത് ദുആ, പ്രാർത്ഥന. അൽ ജഹ്ദ്, നിഷേധം എന്നർത്ഥം. തമന്നി, ആഗ്രഹം. അൽ ആറദ് പറഞ്ഞാലും ആവശ്യപ്പെടൽ എന്നുള്ള അർത്ഥത്തിനേക്കാണ്. തഹ്ലീൽ പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്ന അർത്ഥത്തിനേക്ക്. അപ്പോൾ ഇവകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്തായി വന്നു? ഇതൊക്കെ ഷർത്തായി വന്നു. എന്നിട്ട് അതിൻ്റെ ജവാബ്, ആ ജവാബിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ആ ജവാബിൽ ഫാ ഉണ്ടോ മൻസൂബായിരിക്കും, ഫാ ഇല്ലേ മജ്സൂമായിരിക്കും. അത്രേ ഉള്ളൂ. ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫഹാദിഹിൽ അഷിയാവു, ഈ വസ്തുക്കൾ ഏതൊക്കെ? അംറ്, നഹി, ഇസ്തിഫാം, ദുആ, ജഹ്ദ്, തമന്നി, അറള്, തഹ്ലീൽ. ഇവകൾ തജ്സിമുൽ ഫൈലൽ മുസ്തഖ്ബില, മുളാരിയായ ഫൈലിനിക്ക് ജസ്മ് ചെയ്യുന്നു. ലിഅന്ന കാരണം, ഫിഹ അതിലുണ്ട്, അത് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലുണ്ട്. മാന ഷർത്തി, ഷർത്തിൻ്റെ അർത്ഥമുണ്ട്. തഖൂലു, നീ പറയും. ഉദാഹരണം പറയണ സുർനി അസുർക്ക എന്നാണ് കേട്ടോ. അവിടെ എന്തായി? സുർനി, ഇത് അമ്രിന് ഉദാഹരണം പറയണം കേട്ടോ. ഒന്നാമത്തത് സുർനി, നീ എന്നെ സന്ദർശിക്കൂ. എന്നാൽ അസുർക്ക, ഞാൻ നിന്നെ സന്ദർശിക്കാം. ഇവിടെ അസുർ എന്നുള്ളത് മജ്സൂമായി മാറി. മഅന സുർനി, ഇവിടെ സുർനി എന്നതിൻ്റെ അർത്ഥമാകുന്നത് ഇൻതസുർനി അസുർക്ക എന്നാണ്. ഓക്കെ, ഇൻതസുർനി, നീ എന്നെ സന്ദർശിക്കുകയാണെങ്കിൽ അസുർക്ക, ഞാൻ നിന്നെ സന്ദർശിക്കും എന്നാണ്. ഇവിടെ സുർനി എന്നതിൻ്റെ അർത്ഥം ഇൻതസുർനി, നീ എന്നെ സന്ദർശിച്ചാൽ എന്നാണ് അർത്ഥം വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നീ എന്നെ സന്ദർശിക്കൂ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? നീ സന്ദർശിക്കൂ, അങ്ങനെ സന്ദർശിച്ചാൽ ഞാൻ എന്നെ സന്ദർശിക്കും എന്നുള്ളത്. ജവാബുഹാ അയ്ളൻ ജസ്മുൻ, ഇതിൻ്റെ ജവാബ്, ഇവരൊക്കെ ജവാബ് അയ്ളൻ ജവാബും എന്താണ്? ജസ്മുൻ, ജസ്മ് ചെയ്യപ്പെട്ടതാണ്, മജ്സൂമാണ്. ഇൻകാന ബിഗൈരി ഫായിൻ, ഫാ ഇല്ലാത്തതാണെങ്കിൽ, ആ ജവാബ് ഫാ ഇല്ലാത്തതാണെങ്കിൽ എന്താണ്? മജ്സൂമാണ്. ഏതാ? ഈ അംറി, നഹി, ഇസ്തിഫാം അതിൻ്റെയൊക്കെ ജവാബ് ഫാ ഇല്ലാത്തതാണെങ്കിൽ മജ്സൂമായിരിക്കും. ഇനി ഫൈദാ അദ്ഖൽത ഫീഹിൽ ഫാ, നീ അതിലേക്ക് ഫായിനെ പ്രവേശിപ്പിച്ചാൽ നസബത്തഹു, നീ അതിന് നസ്ബുൻ ചെയ്തോ, നീ നസ്ബ് ചെയ്യുന്നതാണ്. കാരണം ലിഅന്ന ഫീഹി, അതിലുണ്ട്. അനിൽ മുൾമറ, മറഞ്ഞൊരു അന്നുണ്ട്. നമ്മൾ നസ്ബിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മറഞ്ഞിട്ട് നസ്ബ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? ഈ ഫാ വന്നാൽ ആ ഫായിൻ്റെ ശേഷം ഒരു അൻ മറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? മൻസൂബായി മാറും. തഖൂലു ഫിൽ അംരി, നീ അമ്രിൽ പറയും. സുർനി, നീ എന്നെ സന്ദർശിക്കൂ. അസൂറക, ഇവിടെ ഫാ വന്നത് കൊണ്ട് എന്തായി മാറി? മൻസൂബായി മാറി. അപ്പോൾ ഫഅൻ അസൂറക്ക, തഖ്ദീർ ഇവിടെ സങ്കല്പിക്കുന്നത് ഫഅൻ അസൂറക്ക എന്നാണ്. ഇനി ഇവിടെ ഫാ വന്നില്ലെങ്കിലോ? സുർനി അസുർക്ക എന്ന് മജ്സൂമായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അമ്രിന് ഉദാഹരണം പറയാണ്. ഖുൽ ഇഅ്മലൂ, അല്ലാഹു നബിയോട് പറയാം, കുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഅ്മലൂ നിങ്ങൾ പ്രവർത്തിക്കുക, സയറല്ലാഹു അമലക്കും
വറസൂലുഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നതാണ്. വറസൂലുഹു നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ റസൂൽ നബി എന്ന് പറയണം. ഓക്കെ, ഇവിടെ ഫസയറല്ലാഹു അമലക്കും എന്നുള്ളത് അവിടെ നമ്മളെ വിഷയം ഫസയറ എന്നുള്ളത്. ഇവിടെ ഫഅൻ എന്നുണ്ട്. അവിടെ ഫഅൻ സയസറല്ലാഹ് എന്നുള്ളത് എന്തിനാണ്? ശേഷം കാണും എന്നുള്ളത്. അപ്പോൾ യറ എന്നുള്ളത് കാണുക. ഇവിടെ എന്താണ്? വന്നത് കൊണ്ട് ഇവിടെ മൻസൂബാണ്. ഓക്കെ, മുത്തല്ല അതിൻ്റെ മൻസൂബ് അറിയല്ലോ. അലിഫാണെങ്കിൽ അവിടെ സങ്കല്പിക്കലാണ്, അത് മജ്സൂമാണെങ്കിൽ കളയലാണ്. അപ്പോൾ ഫസയറല്ലാഹു അമലക്കും മജ്സൂമാണെങ്കിൽ യറ എന്ന് മാത്രം ഉണ്ടാവില്ല, അലിഫ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇവിടെ ഫസയറ എന്നിവിടെ മൻസൂബാണ്. കാരണം എമലു എന്ന അമ്രിൻ്റെ ജവാബിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടത് മൻസൂബായി. ഇനി വഫിൻ നെഹിൻ്റെ ഉദാഹരണം ലാ തദ്രിബ്നി ഫഅദ്രിബക നീ എന്നെ അടിക്കരുത്, അങ്ങനെ അടിച്ചാൽ ഫഅദ്രിബക ഞാൻ നിന്നെ അടിക്കും എന്നാ പറയുന്നത്. ഇവിടെ നോക്കുക, ഫഅദ്രിബക എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫഅദ്രിബക എന്നുള്ളത് ഫാഇൻ്റെ ശേഷം ഒരു അന്ന് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫഅൻ അദ്രിബക എന്നാണ് ഇവിടെ ഉള്ളത്. ഫഅൻ അദ്രിബക എന്നാണ്. കാരണം നെഹിൻ്റെ ജവാബ് പറഞ്ഞാൽ ലാ തദ്രിബ്നി എന്നാണ്. ലാ തദ്രിബി എന്നുള്ള നെഹി അല്ല, അതിൻ്റെ ജവാബിലാണ് വന്നത്. അദ്രിബക എന്നുള്ള അവിടെ ഇനി ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ലാ തദ്രിബ്നി നീ എന്നെ അടിക്കരുത്. അപ്പോൾ ഇനി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്രിബ്ക ഞാൻ നിന്നെ അടിക്കും. ഓക്കെ, നീ എന്നെ അങ്ങനെ അടിച്ചാൽ ഞാൻ നിന്നെ അടിക്കുമെന്ന ആശയത്തിലേക്ക്. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തെളിവായി പറയുകയാണ്. ഇനി ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ്. ഖാല അല്ലാഹു തആല പറയുന്നു വലാ തത്ഗൗ ഫീഹി നിങ്ങൾ അവിടെ അതിക്രമം ചെയ്യരുത്. അങ്ങനെ അതിക്രമം ചെയ്താൽ ഫയഹില്ല അലൈക്കും ഗളബി എൻ്റെ ദേഷ്യം നിങ്ങളുടെ മേൽ ഇറങ്ങുക തന്നെ ചെയ്യും, എൻ്റെ ശിക്ഷ നിങ്ങളുടെ മേൽ ഇറങ്ങും എന്നാണ് പറഞ്ഞത്. ഹല്ല യഹില്ലു എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. അപ്പോൾ ഇവിടെ വന്നത് കൊണ്ട് യഹില്ല എന്നെന്താ ചെയ്തു? നസ്ബ് മൻസൂബായിട്ട് പറഞ്ഞു. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ മജ്സൂമായിരിക്കും. ഓക്കെ, മജ്സൂം മുലാഫിൻ്റെ മജ്സൂം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഫയഹിലിൽ എന്ന് പറയാം, ഫയഹില്ല എന്ന് പറയാം. അതിനെ ഇൻഫിക്കാക്ക ആയതുകൊണ്ട് യഹിലിൽ എന്ന് മജ്സൂമാക്കുക. അതല്ല ഇനി ഫതഹ് കൊടുത്തിട്ട് ഫയഹില്ല എന്ന് മജ്സൂം ചെയ്യും. ഓക്കെ, അതൊക്കെ ഞങ്ങൾക്കറിയാം. വഫിൽ ഇസ്തിഫാമിന് ഇസ്തിഫാമിന് ഉദാഹരണം പറയുകയാണ്. ഹൽ ഇന്ദക മാഉൻ നിൻ്റെ അടുത്ത് വെള്ളമുണ്ടോ? അശ്രിബഹു അങ്ങനെ വെള്ളമുണ്ടെങ്കിൽ അശ്രിബഹു ഞാൻ അതിനെ കുടിക്കും എന്നാ പറഞ്ഞത്. ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ ഹൽ ഇന്ദക മാഉൻ നിൻ്റെ അടുത്ത് വെള്ളമുണ്ടോ ഉണ്ടെങ്കിൽ അശ്രിബ്ഹു ഞാൻ അതിനെ കുടിക്കും എന്നാണ്. അശ്രിബ് എന്ന് മജ്സൂം എന്ന് ആവേണ്ടത്, പക്ഷേ ഇവിടെ വന്നത് കൊണ്ട് അശ്രിബഹു എന്ന് മൻസൂബാക്കി. അവിടെ അന്ന് മറഞ്ഞിട്ട് ഈ വന്നാൽ പിന്നെ എന്തുണ്ടാവും? ഒരു അന്ന് മറഞ്ഞതുണ്ടാവും. ആ അന്ന് മറഞ്ഞത് കൊണ്ടാണ് മുളാരിക്ക് നസ്ബ് ചെയ്യുന്നത്. ഖാല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് ഖുൽഹൽ ഇൻദകും മിൻ ഇൽമിൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫതുഖ്രിജൂഹു ലനാ ഞങ്ങൾക്ക് കുൽ നബിയെ എന്ന് പറഞ്ഞാൽ നബിയോട് പറയാണ്. ഹൽ ഇൻദകും മിൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഫതുഖ്രിജൂഹു ലനാ അത് ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു തരിക, അത് പറഞ്ഞു തരിക എന്ന അർത്ഥത്തിനേക്കാണ്. അപ്പോൾ ഇവിടെ ഫതുഖ്രിജൂ എന്നെന്താ ഇത്? നസ്ബ് ഇത് നമ്മളറിയില്ല. അൽ ഹംസയിൽ നസ്ബ് എന്താണ്? നൂനിനെക്കളയിൽ കൊണ്ടാണ്. അപ്പോൾ ഇത് ഹൽ ഇന്ദക്കും എന്നുള്ള ഇസ്തിഫാമിൻ്റെ ജവാബിലാണ് ഫതുഖ്രിജൂഹു എന്ന് വന്നത്. ഇവിടെ മൻസൂബ് ചെയ്തത് നൂനിനെക്കളയിൽ കൊണ്ടാണ്. മജ്സൂം എന്താണ്? നൂനിനെക്കളയിൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സാഹചര്യത്തിൽ ഇവിടെ എന്താണ്? മൻസൂബാണ്. കാരണം വന്നത് കൊണ്ട് ഫാൻ്റെ ശേഷം മന്നെ മറിഞ്ഞിട്ടാണ് ഫതുഖ്രിജു എന്ന് മൻസൂബായത്. ഇനി ഇല്ലാതാണെങ്കിൽ ഫതുഖ്രിജു എന്ന് തന്നെ ആയിരിക്കും, പക്ഷെ അവിടെ എന്താണ്? മജ്സൂമാണ് സാഹചര്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മജ്സൂമ്, ഉണ്ടെങ്കിൽ മൻസൂബ്, അത്രേ ഉള്ളൂ. പിന്നെ വഫി ദുആഇൻ്റെ ഇതിൽ ഉദാഹരണം പറയുകയാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഖൈറിനെ നീ സൗഭാഗ്യമാക്കി തരണേ, നീ റിസ്ഖാക്കി തരണേ, നീ ഭാഗ്യം നൽകണേ, ഖൈറിനിക്ക് ഭാഗ്യം നൽകണേ എന്നർത്ഥം. അങ്ങനെ ചെയ്താൽ അള്ളാഹുവെ പ്രാർത്ഥിക്കണല്ലോ, അള്ളാഹുവേ എന്നർത്ഥം. അപ്പോൾ ഫഅഷ്കുറ ലക എന്നാണ്. ഫഅഷ്കുറ ലക എന്നാണ്. ഇവിടെ വന്നത് കൊണ്ട് ഫഅഷ്കുറ എന്ന് പറഞ്ഞു. അതല്ല ഇനി ഇല്ലെങ്കിലോ അഷ്കുർ ലക എന്നാണ്. ഞാൻ നിങ്ങൾക്ക് നന്ദി ചെയ്യാം അള്ളാഹുവെ, നിങ്ങൾക്ക് നന്ദി അർപ്പിക്കും എന്നാണ് പറയുന്നത്. അവിടെ വന്നത് കൊണ്ട് ഫഅഷ്കുറ എന്നായി. ഇല്ലാന്നുണ്ടെങ്കിലോ അഷ്കുർ ലക എന്നായിരിക്കും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് വസ്തുദാല ഖുലൂബിഹിം ദുആ ചെയ്യേണ്ട. വസ്തുദാല ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളുടെ മേൽ അതിനെ നീ കഠിനമാക്കി കൊടുക്കണേ. അങ്ങനെ കഠിനമാക്കിയാൽ ഫലാ യുഅ്മിനു അവർ വിശ്വസിക്കുകയില്ല. അവിടെ
ഫലാ യുഅ്മിനു അവർ വിശ്വസിക്കും, ലാ യുഅ്മിനൂന എന്നാണല്ലോ, അവർ വിശ്വസിക്കുന്നില്ല എന്നാണ്. അവിടെ നമ്മൾ നെസ്ബിനും ജസ്മിനും എന്താ ന്യൂനക്കളയൽ കൊണ്ടാണ്. ഇവിടെ ഫ വന്നതുകൊണ്ട് മൻസൂബാണ് ന്യൂനക്കളയൽ കൊണ്ട്. ഇനി ജസ്മാണെങ്കിലോ ജസ്മുൻ മൻസൂമാണ് ന്യൂനക്കളയൽ കൊണ്ട് എന്ന് പറയാം. ഓക്കെ. ഹത്താ യറൗൽ അദാബൽ അലീം വേദനാജനകമായ ശിക്ഷ അവർ കാണുന്നത് വരെ എന്നാണ് പറയുന്നത്. ഇവിടെ വസ്തുത അലാ ഖുലൂബിഹി എന്നുള്ളത് ഇവിടെ എന്താണ്? ദുആ ആണ്. അതിൻ്റെ ജവാബിലാണ് ഫലാ യുഅ്മിനു എന്ന് വന്നത്. അപ്പോൾ ഫ വന്നതുകൊണ്ട് ലാ യുഅ്മിനു എന്നുള്ള മൻസൂബായി, ഫ ഇല്ലാന്നുണ്ടെങ്കിൽ മജ്സൂമായിരിക്കും. ഇനി അതുപോലെ തന്നെ വഫിൽ ജഹദ്, ജഹദ് നിഷേധം, നിഷേധ സ്വരം എന്നർത്ഥം. ആ ജഹദിൽ പറയുകയാണ് മാ അൻത ബിആലിമിൻ, നീ എന്തല്ല, ഒരു വിവരമുള്ളവനല്ല. അങ്ങനെ വിവരമുള്ളവനായിരുന്നുവെങ്കിലോ ഫനതഅല്ലമ മിൻക, ഫ വന്നതുകൊണ്ട് നതഅല്ലമ എന്ന് മൻസൂബായി മാറി. മാ അൻത ബിആലിമിൻ ഫനതഅല്ലമ മിൻക എന്നാണ് ഇവിടെ. നിങ്ങളെന്തല്ല, ഒരു അറിവുള്ള ആളല്ല. അറിവുള്ള ആളായിരുന്നുവെങ്കിലോ ഫനതഅല്ലമ മിൻക, നിങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുമായിരുന്നു എന്നാണ് ഇവിടെ. ഇവിടെ ഫ വന്നത് കൊണ്ടാണ് മാ അൻത ബിആലിമിൻ എന്നുള്ള ആ ജഹദ്, ജഹദ് എന്ന നിഷേധം, അങ്ങനെയല്ല എന്ന് പറയുന്നത്, അതാണ് ജഹദ്. അതിൻ്റെ ജവാബിലാണ് എന്ത് വരുന്നത്? നതഅല്ലം എന്ന് വരുന്നത്. അപ്പോൾ ഫ വന്നത് കൊണ്ട് ഫനതഅല്ലമ എന്നായി. ഇനി ഫ ഇല്ലാതാണെങ്കിലോ നതഅല്ലം എന്നായിരിക്കും. നതഅല്ലം മിൻക എന്ന് മജ്സൂമായിട്ടായിരിക്കും. പിന്നെ അടുത്ത പറയണേ, ആ പരിശുദ്ധ ഖുർആൻ തെളിവ് പറയണേ, ഖാലല്ലാഹു തആല വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ, വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ, വമാ മിൻ ഹിസാബിക അലൈഹിം, നിങ്ങളുടെ അവരോടുള്ള വിചാരണയിൽ നിന്ന് ഒന്നുമല്ല, അതൊന്നും ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ വിചാരണ ഉണ്ടെങ്കിലോ ഫതത്രുദഹും, നിങ്ങൾ അവരെ ആട്ടിവിടുന്നതാണ്. അപ്പോൾ അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അവരോട് എന്തല്ല വിചാരണ പോലും ചെയ്യാതെ അവരുടെ നരകത്തിലേക്ക് ഇടും എന്ന ആശയത്തിനിക്കാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ ഫതത്രുദഹും എന്നിവിടെ, ഫതത്രുദഹും എന്ന് ഇവിടെ മൻസൂബായി. മൻസൂബായുള്ള കാരണം ഫ വന്നുകൊണ്ടാണ്. എന്തിൻ്റെ? മാമിനി സാബിക്ക് മിൻ ഷൈഇൻ എന്നുള്ള ജഹദ്, ഇല്ല എന്നുള്ള അതുണ്ടല്ലോ, ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ള അതിൻ്റെ ജവാബിലാണ് തത്രുദ എന്ന് വന്നത്. അപ്പോൾ ഇവിടെ ഫ വന്നത് കൊണ്ട് ഫ അൻ തത്രുദ എന്നാണ്. അന്നം അറിഞ്ഞിട്ട് തത്രുദ എന്നായി. അവിടെ ഫ ഇല്ലെങ്കിലോ തത്രുദ് എന്നായിരിക്കും, മജ്സൂമായിട്ടായിരിക്കും, തത്രുദുഹും എന്നായിരിക്കും. ഇനി വഫി തമന്നി, തമന്നിക്ക് ഉദാഹരണം ലൈതക, നിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, നിങ്ങളായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമാണ്. ഇന്ധന, നമ്മുടെ അടുത്തായിരുന്നെങ്കിൽ ഫനഫറഹ ബിക, നിങ്ങൾ കാരണത്താൽ നിങ്ങളെ കൊണ്ട് നമ്മൾ സന്തോഷിക്കുമായിരുന്നു. ഇവിടെ എന്ത് വന്നു? ലൈതക എന്നുള്ള തമന്നി, ആ തമന്നിയുടെ ജവാബിൽ ഫനഫറഹ എന്ന് മൻസൂബായുള്ള കാരണം ജവാബിൽ ഫ വന്നു. ഫ വന്നാൽ പിന്നെ അവിടെ ഒരു അന്യം അറിയും. അവ ഫ അൻ നഫറഹ എന്ന് മൻസൂബായി മാറുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ് യാ ലൈതനി, ആര് പറയും? എന്താ പറയുക, തെറ്റിൻ്റെ ആളുകൾ അവസാന ഖിയാമത്ത് നാളിൻ്റെ അവസരത്തിൽ പറയുമെന്നാണ്. എന്ത്? യാ ലൈതനി കുന്തു മാഹും, ഞാൻ അവരെ കൂടെയായിരുന്നുവെങ്കിൽ ഫഊസ ഫൗസൻ അലീമ, ഞാൻ വിജയിക്കുമായിരുന്നു. ഫൗസൻ അലീമ, ഉന്നതമായ വിജയം ഞാൻ വിജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യാ ലൈതനി എന്നുള്ള ആ തമന്നി, ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹത്തിൻ്റെ ജവാബിലാണ് ഫഊസ എന്ന് വന്നത്. ഇവിടെ ഫ എന്ന് ജവാബിൽ ഫ വന്നത് കൊണ്ട് അവിടെ അന്നം അറിയാം. അപ്പോൾ ഫ അൻ അഫൂസ എന്നായി. ഇവിടെ അതില്ലെങ്കിലോ, ജവാബിൽ ഫ വന്നിട്ടില്ലെങ്കിലോ ഫുസ് ഫൗസൻ അലീമ, ഫൗസൻ അലീമ എന്നായിരിക്കും. ഓക്കെ, മജ്സൂമ് ശ്രദ്ധിക്കുക. ഇനി വഫിൽ അറള്, അറള് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ചോദ്യം ചോദിക്കുക എന്ന അർത്ഥത്തിനേക്കാണ് അറള്. അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്, ഒരു വിചാരണ എന്ന അർത്ഥത്തിനേക്ക്. അല്ല തൻസിൽ ബിന, ഒരു അപേക്ഷ എന്നർത്ഥത്തിനാണ് അറള് ഉപയോഗിക്കുക. അല്ലാ തൻസിൽ ബിന, നിനക്ക് നമ്മുടെ അടുത്ത് ഇറങ്ങാമായിരുന്നില്ലേ എന്നർത്ഥം. അല്ലാ തൻസിൽ ബിന, എന്തേ ഇറങ്ങാത്തത് എന്നർത്ഥത്തിന് എന്താ പറയുക, അല്ലാ തൻസിൽ ബിന, അല്ല എന്ന് നോക്കട്ടോ. ലാ തൻസിൽ നീ ഇറങ്ങിയില്ല, അപ്പം അല്ല എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നർത്ഥത്തിന് ഒരു അപേക്ഷയാണ്. അങ്ങനെ ഇറങ്ങാമായിരുന്നില്ലേ, അങ്ങനെ ഇറങ്ങി നമ്മുടെ അടുത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഫനുക്കിരിമക്ക, നമ്മൾ നിങ്ങളെ ആദരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അല്ലാ തൻസിൽ എന്നുള്ള ഈ അറള് ഒരു അപേക്ഷ സ്വരമാണല്ലോ, അതിൻ്റെ ജവാബിലാണ് നുക്കിരിം എന്ന് വന്നത്. ആ നുക്കിരിമിൽ ഫ വന്നത് കൊണ്ട് ഫ അൻ നുക്കിരിമക്ക എന്ന് ഫിൽ മുളാരി മൻസൂബായി മാറി. ഓക്കെ, ഇനി ഫ ഇല്ലെങ്കിലോ നുക്കിരിം ക എന്നായിരിക്കും മജ്സൂമായിട്ട്. ഇനി വഫി തഹ്ലീൽ, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ്. പ്രേരണാവാചകങ്ങളാണ് എന്ത്? തഹ്ലീൽ. അത് ഹല്ല തഖൂമ,
നീ എന്തുകൊണ്ട് നിന്നില്ല എന്നർത്ഥം. നിനക്ക് നിന്നൂടായിരുന്നില്ലേ എന്നർത്ഥം. എന്തേ നിൽക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നതാണ്. ഹല്ല തക്കുമ, എന്തേ നീ നിൽക്കാതിരുന്നത്, അങ്ങനെ നീ നിൽക്കുമായിരുന്നുവെങ്കിൽ ഫഅഖൂമ, നമ്മളും നിൽക്കുമായിരുന്നു. ഓക്കെ. അല്ലാഹു ഇവിടെ നോക്കുക, ഹല്ല എന്നുള്ള തഹ്ലീലിൻ്റെ ജവാബിലാണ് ഫഅഖൂമ എന്ന് വന്നത്. ഇവിടെ ജവാബിൽ വന്നത് കൊണ്ട് അൻ അഖൂമ എന്ന് മൻസൂബായി. ഇനി ഫ ഇല്ലെങ്കിലോ അഖും എന്നായിരിക്കും. ഓക്കെ, ഖും എന്നായിരിക്കും, ജവാബിൽ മജ്സൂമായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുകൂടി ഇതിനെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതിൽ പരിശുദ്ധ ഖുർആനിൽ തെളിവ് പറയുകയാണ്, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ. ഇവിടെ നോക്കുക, ലൗലാ അഖർതനി, ഇത് സൂറത്തു നമ്മൾ സാധാരണ ഒരാളുണ്ടല്ലോ, അല്പം ഒന്ന് പിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ നന്നാകുമായിരുന്നു എന്നുള്ള വർത്താനാണത്. അങ്ങനെ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്പസമയത്തേക്കൊന്ന് പിന്തിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് പറയാണ്, ചെയ്യുന്നുവെങ്കിൽ, ലൗലയാണ്, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഫഅസ്സദ്ദഖ, നമ്മൾ നല്ല സ്വതക്ക ചെയ്യാം എന്നാണ്, ചെയ്യാമായിരുന്നു. അങ്ങനെ പിന്തിപ്പിക്കുകയായിരുന്നുവെങ്കിൽ ഫഅസ്സദ്ദഖ, നമ്മൾ നല്ല സ്വതക്ക ചെയ്യുമായിരുന്നു. വഅകും മിനസ്സാലിഹീൻ, നല്ല സജ്ജനങ്ങൾപ്പെട്ട ആളാകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ലൗലാ അഖർതനി എന്നുള്ള തഹ്ലീൽ, ആ തഹ്ലീലിൻ്റെ ജവാബിലാണ് ഫഅസ്സദ്ദഖ വഅകും എന്നൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ ഫഅസ്സദ്ദഖ എന്ന് മൻസൂബ് കൊടുക്കാനുള്ള കാരണം ഫ ജവാബിൽ വന്നത് കൊണ്ടാണ്. ഫ ജവാബിൽ വന്നുകൊണ്ട് ഫഅൻ അസ്സദ്ദഖ എന്നായി. ആ ഫ ജവാബിൽ ഫ ഇല്ലെങ്കിലോ അസ്സദ്ദഖ എന്ന് മജ്സൂമായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. വഅകും മജ്സൂം, മിനസ്സാലിഹീൻ, നല്ല ആളുകളിൽപ്പെട്ട ആളാകുമായിരുന്നു. ഇനി പറയണം ഫൈദ അസ്ഖത്ത അല്ലെങ്കിൽ ഉസ്ഖിതത്തിൽ ഫാഉ, ഈ ഫ ഇവിടെ കളയപ്പെട്ടാൽ അല്ലെങ്കിൽ ഇനി കളഞ്ഞാൽ, മിൻ ആദിഹിൽ ജവാബാത്ത്, ഈ ജവാബുകളിൽ നിന്നും, ഇവിടെ പറഞ്ഞ ഒരുപാട് ജവാബുകളുണ്ടല്ലോ, അമ്രിൻ്റെ, നഹീൻ്റെ, ഇസ്തിഫാമിൻ്റെ, ദുആൻ്റെ, ജഹദിൻ്റെ, തമനിൻ്റെ, അറദിൻ്റെ, തഹ്ലീലിൻ്റെ, ഇതിൻ്റെയൊക്കെ ജവാബിൽ നിന്നും ഫായിനെ കളഞ്ഞാൽ കാനത്ത് ജസ്മ, അത് മജ്സൂമായിട്ട് മാറുന്നു. അപ്പോൾ ഒന്നുമില്ല, ഈ പാഠത്തിൽ പറഞ്ഞത് എന്താണ്, അമ്ര, നഹി, ഇസ്തിഫാം, ദുആ, ജഹദ്, തമന്നി, അറദ്, തഹ്ലീൽ, ഇതൊക്കെ ഷർത്തായിട്ടാണ് വരിക. മക്കാമു ഷർത്ത്, ഷർത്തിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. ഇനി ഇതിൻ്റെ ജവാബിൽ വന്നാൽ, ജവാബിനെ പറ്റിയാണ് നമ്മൾ ചർച്ച. ജവാബിനക്ക് ജസ്മ് കൊടുക്കുന്നോ നസ്ബ് കൊടുക്കുന്നോ എന്നാണ്. ആ ജവാബിൽ ഒരു ഫ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന മറഞ്ഞിട്ട് നസ്ബ് ചെയ്യും. ഫ ഇല്ല എന്നുണ്ടെങ്കിലോ മജ്സൂമായിട്ട് മാറും. അത്രയാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.